ഗാസയിൽ ഹമാസിന്റെ പിടിയിൽ നിലവിൽ അവശേഷിക്കുന്ന ബന്ദികളുടെ മോചനം ഉടൻ സാധ്യമാകണം എന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബന്ദികളുടെ കുടുംബാംഗങ്ങളാണ് പ്രതിഷേധം നടത്തുന്നത്. സെൻട്രൽ ഇസ്രായേൽ പട്ടണമായ ടെല്ലവീവിലെ പ്രധാന റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചു. അതിനിടെ ഗാസയിൽ 3 ഇസ്രായേൽ സൈനികർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 15 മാസമായി തങ്ങളുടെ ഉറ്റവരെക്കുറിച്ചുള്ള വേദനയാണ് കുടുംബാംഗങ്ങളെ ഇത്തരമൊരു പ്രതിഷേധമുയർത്താൻ പ്രേരിപ്പിച്ചത്. ഹമാസ് പിടിയിലുള്ള പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം അരങ്ങേറിയത്. അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുവാനും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുവാനും സമാധാന കരാർ ഉടൻ നടപ്പിലാക്കുവാനും അവർ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. മധ്യ ഇസ്രായേലിലെ പട്ടണമായ ടെല്ലവീവിലെ റോഡുകളിൽ ഉപരോധിച്ചായിരുന്നു ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതിഷേധം. അതേസമയം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാർ പ്രകാരം ഇസ്രായേൽ ഗാസയിലെ സൈനിക നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നു. മുഴുവൻ ബന്ദികളുടെയും മോചനത്തിൽ കുറഞ്ഞൊന്നുമില്ലെന്ന് ഇസ്രായേലും നിലപാട് വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ സാധ്യതകൾ തെളിയുന്നതിനിടയിലും ഗാസയിൽ നിന്നും ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകര പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 3 ഇസ്രായേൽ സൈനികരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. സർജന്റ് ഇദോ സമിയാച്ച്, ക്യാപ്റ്റൻ ഈദൻ ഷിക്നാസി, മേജർ ദ്വിർ സിയോൺ രേവ എന്നീ സൈനികരാണ് ഗാസയിലെ ബെയ്ത്ത് ഹനൂനിൽ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.